ചന്ദ്രസേനൻ എന്നൊരു രാജാവ് ഉജ്ജയിനിയിൽ മഹാകാളക്ഷേത്രത്തിന്റെ സമീപത്ത് താമസമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രസന്നനായ മാണിഭദ്രൻ എന്ന യക്ഷൻ ചന്ദ്രസേന രാജാവിന് ഒരു രത്നം ദാനം ചെയ്തു. ആ രത്നത്തിന്റെ പേര് ചിന്താമണി എന്നായിരുന്നു. ഈ വിവരം അറിഞ്ഞ് മറ്റു രാജാക്കന്മാർക്ക് അസൂയ തോന്നി. അവരെല്ലാവരും കൂടി ചിന്താമണി തട്ടിയെടുക്കുന്നതിന് വേണ്ടി യുദ്ധസന്നദ്ധരായി ചന്ദ്രസേനന്റെ നേർക്ക് പുറപ്പെട്ടു. ചന്ദ്രസേനനാകട്ടെ മഹാകാളക്ഷേത്രത്തിൽ വന്ന് മഹാകാളനായ ശിവനെ സേവിച്ചുകൊണ്ടിരുന്നു. ആ അവസരത്തിൽ മഹാകാളനെ സേവിക്കുന്നതിന് ഒരു ഗോപിക അവിടെ വന്നു. ഗോപികയും 5 വയസ്സായ തന്റെ പുത്രനും കൂടി മഹാകാളനെ സേവിച്ച് മടങ്ങിപ്പോയി. പുത്രന്റെ പേര് ശ്രീകരൻ എന്നായിരുന്നു. ശ്രീകരന്റെ ഹൃദയത്തിൽ ശിവന്റെ ചൈതന്യം പ്രവേശിച്ചു. ആ കുട്ടി കളിക്കോപ്പുകളെല്ലാം ദൂരെ എറിഞ്ഞ് ശിവനെ ധ്യാനിച്ചു തുടങ്ങി. ഒടുവിൽ ആഹാരം പോലും കഴിക്കാതെ പൂജാനിരതനായി കഴിഞ്ഞുകൂടിയ കുട്ടിയെ അമ്മ വളരെ നേരം പ്രഹരിച്ചു. കുട്ടി ബോധം കെട്ട് നിലത്തു വീണു. ഉടനെ ശിവനും അവിടെ പ്രത്യക്ഷപ്പെട്ടു. കുട്ടി ചാടി എഴുന്നേറ്റ് അമ്മയെ അനുഗ്രഹിക്കണമെന്ന് ശിവനോട് പ്രാർത്ഥിച്ചു. ശിവൻ അമ്മയെ അനുഗ്രഹിച്ചു. ഇത് കേട്ട് ചന്ദ്രസേന രാജാവ് അവിടെ ഓടിയെത്തി. ആ മഹാസംഭവത്തിൽ മനസ്സുമാറിയ ശത്രു രാജാക്കന്മാരെല്ലാം അവിടെ വന്നു ചേർന്നു. എല്ലാവരും കൂടി ചിന്താമണി ശ്രീകരന് ദാനം ചെയ്തു. മറ്റു പല സമ്മാനങ്ങളും നൽകി. ശ്രീകരന്റെ 8ാം തലമുറയിൽ നന്ദഗോപർ എന്ന പേരോടുകൂടി ഒരുവൻ ജനിക്കുമെന്നും അദ്ദേഹം വിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ അച്ഛനായി തീരുമെന്നും അനുഗ്രഹിച്ചു.